Good morning, all. Good morning, ma'am. Okay. Last class we have merits of interview start last class. Methods And of then physical examination. methods of physical examination. എന്താണ് ഫിസിക്കൽ എക്സാമിനേഷനും മെത്തേഡ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. ഇപ്പോൾ ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാല് എല്ലാ ജോബിനും അല്ല, എന്നാൽ ചില ജോബുകൾക്ക് നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിഫർ ചെയ്യുന്നുണ്ട്. ആ കൈൻഡ്സ് ഓഫ് ജോബുകൾക്ക് മാത്രമായിരിക്കും ഫിസിക്കൽ എക്സാമിനേഷൻ ഓർ മെഡിക്കൽ എക്സാമിനേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ദെൻ മെത്തേഡ്സ് നമ്മൾ നോക്കി, ഏതൊക്കെ മെത്തേഡ്സ് ആയിരുന്നു. ഡ്രഗ് ടെസ്റ്റിംഗ് ചെയ്യാറുണ്ട്, ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. സ്ട്രെങ്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, നമ്മൾ ആ ജോലി ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട സ്ട്രെങ്ത് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടോ എന്ന് നോക്കും. ആൻഡ് HIV ആൻഡ് AIDS ടെസ്റ്റിംഗ്, അത് ചില ഓർഗനൈസേഷൻസിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ലാസ്റ്റ് ജനറ്റിക് ടെസ്റ്റ് നോക്കാം, നമുക്ക് ഓരോ ടെസ്റ്റുകളും എടുത്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് പറയുന്നത് ഡ്രഗ്സ് ടെസ്റ്റിംഗ് ആണ്. Pre-employment drug testing is most common type of testing program. നമ്മൾ എന്താണ് എംപ്ലോയ്മെന്റ് വരുന്നതിന് മുമ്പായിട്ട് പ്രീ എംപ്ലോയ്മെന്റ് ഡ്രഗ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. മോസ്റ്റ് കോമൺ ആയിട്ട് സാധാരണയായിട്ട് കണ്ടക്ട് ചെയ്യുന്നൊരു ടെസ്റ്റ് ആണ്. ഫോർ ദ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് സേഫ്റ്റി ഓഫ് ദ പ്രാക്ടീഷണേഴ്സ്. ആൻഡ് ഡ്രഗ്സ് ടെസ്റ്റ് has become a crucial workplace safety problem. നമുക്കറിയാലോ, ഡ്രഗ്സ് എന്ന് പറയുന്നത് നമ്മളുടെ നമുക്കും ഇപ്പോ എംപ്ലോയിക്കും അതെ, എംപ്ലോയിയുടെ ചുറ്റുമുള്ള മറ്റുള്ള എംപ്ലോയീസിനും അതെന്താണ് സേഫ്റ്റി പ്രശ്നം ഒഴിവാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഡ്രഗ്സ് ഒക്കെ വർക്കിന്റെ സമയത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. അതേപോലെ നെഗറ്റീവ് ഇമ്പാക്ട്സും ക്രിയേറ്റ് ചെയ്യും നമ്മുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ, നമ്മുടെ കമ്പനിയുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലും അതേപോലെ തന്നെ മറ്റ് എംപ്ലോയീസിനും അത് ബാഡ് ആയിട്ടാണ് എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സാധാരണയായിട്ട് എംപ്ലോയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രഗ്സ് ടെസ്റ്റ് പ്രിഫർ ചെയ്യാറുണ്ട്. For the human resource safety and practitioner, drugs test has become a critical workplace safety problem. The vast majority of Fortune 500 corporation conduct drugs test as one of their method of physical examination. Physical examination ഒരു മെത്തേഡ് ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഡ്രഗ്സ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. Reducing the negative effects of the substance of addiction. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ വർക്ക് പ്ലേസിൽ ഈ ഒരു അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കോപ്പറേറ്റീവ് ജോബിലൊക്കെ അല്ലെങ്കിൽ എന്താ പറയാ IT മേഖലയിലൊക്കെ ഇന്നും ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു പറയുന്നു. നമ്മൾ വായിക്കുമ്പോൾ ന്യൂസ് ഒക്കെ വായിക്കുമ്പോഴൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്ട്സ്, ഈ ഡ്രഗ്സിനോടൊക്കെ ഉള്ള നെഗറ്റീവ് ഇമ്പാക്ട്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രഗ്സ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് ഡ്രഗ്സ് ടെസ്റ്റ് ഫെയിൽ ആകുന്നവരെ നമ്മൾ എന്ത് ചെയ്താൽ റിക്രൂട്ട് ചെയ്യണ്ട. ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അവരെന്ത് ചെയ്യണ്ട, റിക്രൂട്ട് ചെയ്യണ്ട. ചെയ്യാത്തവർ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, റിക്രൂട്ട് ചെയ്താൽ മതി. നെഗറ്റീവ് എഫക്ട് ക്യാൻ ഇൻ ദ ഫോം ഓഫ് ആബ്സെന്റിസം. എങ്ങനെ രീതിയിലൊക്കെ നെഗറ്റീവ് എഫക്ട് വരും, അവർ സ്ഥിരമായിട്ട് ആബ്സെന്റ് ആവും. ടയർഡ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലതാമസം എന്ന് വെച്ചാൽ അവർ കറക്റ്റ് ആയിട്ട് വരില്ല, പ്രോപ്പർ ആയിട്ടില്ല, പഞ്ച്വൽ ആയിരിക്കില്ല. ടേൺ ഓവർ, മേ ബി അവര് ജോയിൻ ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ജോബ് ക്വിറ്റ് ചെയ്യും. ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസ്, അവർ ക്യാരക്ടറിൽ വരുന്ന പ്രശ്നങ്ങൾ, ഫ്രോഡ് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഡ്രഗ്സ് ഒക്കെ ഒത്തിരി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫണ്ടിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഫ്രോഡ് ഒക്കെ കാണിക്കും. ലോവർ പ്രൊഡക്ടിവിറ്റി, ഡ്രഗ്സ് ഒക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അവർ പ്രൊഡക്ടിവിറ്റി ഭയങ്കര ലോവർ ആയിരിക്കും. ക്രൈംസ് ആൻഡ് വയലൻസ്, മേ ബി അവര് വർക്ക് പ്ലേസിലും ക്രൈംസും വയലൻസും ഒക്കെ കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രഗ്സ് ടെസ്റ്റ് സാധാരണയായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എംപ്ലോയീസ് ആർ അവെയർ ദാറ്റ് ദ എബിലിറ്റി ഓഫ് ദ person to perform the job effectively and efficiently get reduced with the use of illegal drugs. അപ്പോൾ എംപ്ലോയേഴ്സിന് നല്ല രീതിയിൽ ഒരു അവയർനെസ് ഉണ്ട്. കാരണം ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ജോബിന്റെ എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും കുറയും. അപ്പൊ അതുകൊണ്ട് ഇല്ലീഗൽ ആയിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് പ്രൊഹിബിറ്റഡ് ആണ്. Employer be responsible in the situation where a drugs abusing employee cause harm to the others or the company property. ആരായിരിക്കും ഉത്തരവാദിയായിട്ട് മാറുന്നത്, എംപ്ലോയർ ആയിരിക്കും ഉത്തരവാദിയായിട്ട് മാറുന്നത്. ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന എംപ്ലോയീസ് മറ്റുള്ളവർക്ക് ഉപദ്രവം
ഉപദ്രവിക്കുമ്പോഴും അതുപോലെ കമ്പനിയുടെ പ്രോപ്പർട്ടീസ് നശിപ്പിക്കുമ്പോഴും ആരായിരിക്കും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്? എംപ്ലോയർ ആയിരിക്കും. കാരണം എന്താണ്? എംപ്ലോയർ ആണ് അദ്ദേഹത്തിന് എന്ത് ചെയ്തത്? അപ്പോയിന്റ് ചെയ്തത്. അപ്പൊ ഫുൾ റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും? എംപ്ലോയർക്കായിരിക്കും. Many employers demand that job candidates undergo drug test. അപ്പോൾ ഒരുപാട് എംപ്ലോയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിമാൻഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ജോബിന്റെ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാൻഡിഡേറ്റ്സ് ഡ്രഗ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണമെന്ന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. Employers have the option to reject the candidates who refuse to undergo ഡ്രഗ്സ് ടെസ്റ്റ്. ഡ്രഗ്സ് ടെസ്റ്റ് ചെയ്യാനായിട്ട് റിഫ്യൂസ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ എന്താണ് ഡ്രഗ്സ് ടെസ്റ്റ് എന്നാണ് നോക്കിയത്. ഡ്രഗ്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ എംപ്ലോയ്മെന്റ് ഡ്രഗ്സ് ടെസ്റ്റ് ഇത് കോമൺ ആയിട്ട് നടക്കുന്ന ഒരു എന്താണ് ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ പ്രോഗ്രാം തന്നെയാണ്. ഫിസിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അത് നമ്മുടെ നെഗറ്റീവ് ഇമ്പാക്ട്സ്, വർക്ക് പ്ലേസിലെ നെഗറ്റീവ് ഇമ്പാക്ട്സ്, ഡ്രഗ്സ് മൂലം വരുന്ന നെഗറ്റീവ് ഇമ്പാക്ട്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രഗ്സ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. നെഗറ്റീവ് എഫക്ട്സ് ക്യാൻ ബി മേ ബി എന്ത് ഫോമിലൊക്കെ ആയിരിക്കാം? ആക്സിഡന്റിസം ആയിരിക്കാം, ടേൺ ഓവർ ആയിരിക്കാം, ആറ്റിറ്റ്യൂഡൽ ഇഷ്യൂസ് ആവാം, മേ ബി വയലൻസ് ഓർ ക്രൈം ഒക്കെ ആവാം. അപ്പൊ ഇതിനൊക്കെ ഉത്തരവാദി ആരായിരിക്കും? ഈ പ്രശ്നം ഓർഗനൈസേഷൻ വരാണെങ്കിൽ ഫുൾ റെസ്പോൺസിബിൾ പേഴ്സൺ ആരായിരിക്കും? എംപ്ലോയർ ആയിരിക്കും. സോ എംപ്ലോയറുടെ ഉത്തരവാദിത്വമാണ് എന്ത് പ്രോപ്പർ ആയിട്ടുള്ള എംപ്ലോയർ സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരെ റിജക്ട് ചെയ്യാനും റിഫ്യൂസ് ചെയ്യാനും ആർക്ക് അധികാരമുണ്ട്? എംപ്ലോയർക്ക് അധികാരമുണ്ട്. നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തിട്ട് അയാൾ പിന്നീട് നമുക്ക് ഡ്രഗ്സ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാൻ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ടാവും. അപ്പൊ സെലക്ഷന് മുമ്പായിട്ട് നമ്മൾ ഡ്രഗ്സ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ട് അവര് പ്രോപ്പർ ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തീരുമാനം എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് അധികം എക്സ്പെൻസോ ടൈമോ ഒന്നും വേസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നില്ല. കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇനി സ്ട്രെങ്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ചില ജോബുകൾ ചെയ്യാനായിട്ട് സ്ട്രെങ്ത്തും ഫിസിക്കൽ ഫിറ്റ്നസും വേണം. ഇപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഫയർമാന്റെ ജോബ് ചെയ്യാൻ സ്ട്രെങ്ത് വേണ്ടേ? എന്ന് വെച്ചാല് ഫയറിനൊക്കെ ആൾക്കാരെയൊക്കെ രക്ഷപ്പെടുത്താനും അതേപോലെ തന്നെ എസ്കേപ്പ് ചെയ്യാനും ഒരുപാട് കാര്യം. ചിലപ്പോൾ ഒരു വ്യക്തിനെ എന്ത് ചെയ്യണം? എസ്കേപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന വരും ഫയറിന്ന്. ചിലപ്പോൾ അത് ക്യാരി ചെയ്യാനും വെയിറ്റ് ഉണ്ടാവില്ലേ? ക്യാരി ചെയ്തുകൊണ്ട് വരേണ്ടി വരും. അപ്പൊ എന്താണ് ചില ജോബുകൾക്ക് സ്ട്രെങ്ത് വേണം. അതേപോലെ തന്നെ പോലീസിന്റെ ജോബ് ആണെങ്കിലോ അവര് ഫിസിക്കൽ ഫിറ്റ്നസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അവര് റണ്ണിങ് ഒക്കെ എന്ത് കൺസിഡർ ചെയ്യാറുണ്ട്. ഹൈ ജമ്പ് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ ജോബിന്റെ ഭാഗമായിട്ട് മേ ബി റണ്ണിങ്ങും ഹൈ ജമ്പും കാര്യങ്ങളൊക്കെ എത്താൻ ഒരു കള്ളനെ ക്യാച്ച് ചെയ്യാനാണ് വിചാരിക്കും. അപ്പൊ എങ്ങനെയൊക്കെ ഏതിൽ കൂടെയാണ് കള്ളനെ ഓടുന്നതെന്ന് പറയാൻ പറ്റില്ലാത്തതും ചുറ്റും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അയാളുടെ പുറകെ നമ്മൾ പോകേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് ഫിസിക്കലി ഓക്കെ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രെങ്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ ഫിസിക്കലി വാലിഡ് ആണോ ആ ഒരു ജോബ് ചെയ്യാനായിട്ട്, നമ്മൾ ഫിസിക്കലി കേപ്പബിൾ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് സ്ട്രെങ്ത് ആൻഡ് ഫിസിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. It is important for the employer to examine the strength of physical fitness of the candidates. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെങ്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തുന്നത്? എംപ്ലോയർ എന്താണ് ആ കാൻഡിഡേറ്റ് ഫിസിക്കലി സ്ട്രെങ്ത് ഉണ്ടോ, നമ്മൾ ആ ജോബ് ചെയ്യാനായിട്ട് ഫിസിക്കലി ഓക്കെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ എംപ്ലോയർ ടു എക്സാമിൻ ദ strength or fitness of the candidates for physically demanding job. ചില ജോബുകൾക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് വേണ്ടി വരും. അങ്ങനത്തെ ജോബുകൾ ചെയ്യുമ്പോൾ അവർക്ക് അത് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഓൾ ദ പോലീസ് ആൻഡ് ഫയർ ഡിപ്പാർട്ട്മെന്റ് കണ്ടക്ട് ഫിറ്റ്നസ് ടെസ്റ്റ് ഫോർ ദർ കാൻഡിഡേറ്റ്സ്. അപ്പോൾ പോലീസും അതേപോലെ തന്നെ ഫയർ ഡിപ്പാർട്ട്മെന്റും ആണ് സാധാരണയായിട്ട് കാൻഡിഡേറ്റ്സിന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഫോർ സ്റ്റീൽ വർക്കർ, underwater demolition drivers and telephone outdoor craft workers study have shown that strength and fitness are positively linked to good training completion and negatively related to the occurrence of lack of injuries. നല്ല ട്രെയിനിങ് ഒക്കെ ഉള്ളവരാണ്. നമ്മൾ ആലോചിച്ച് അണ്ടർ വാട്ടർ ഡിമോളിറ്റേഷൻ ഡ്രൈവേഴ്സ്, അതേപോലെ ക്രാഫ്റ്റ് വർക്കേഴ്സ്, അവരൊക്കെ ഔട്ട്ഡോർ ക്രാഫ്റ്റ് വർക്കേഴ്സ്, അവർക്കൊക്കെ നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇഞ്ചുറീസും ആക്സിഡൻസും ഒക്കർ ചെയ്യുന്നതും കുറവാണ് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. സ്റ്റഡീസ് ഹാവ് ഇൻഡിക്കേറ്റ് ദാറ്റ് പേഴ്സണൽ മാക്സിമം oxygen uptake
aerobic power should be at least 2.5 times the amount needed on continuous base over an 8-hour shift. അപ്പം നമ്മൾ ചെറിയ ജോബുകൾക്ക് ഒരു പേഴ്സന്റെ മാക്സിമം ഓക്സിജൻ അപ്ടേക്ക് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് എത്രയാവണം, മിനിമം എത്രയായിരിക്കണം, 2.5 times ആയിരിക്കണം ഒരു 8-hour ഷിഫ്റ്റിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടത്. ആസ് ദ റിസൾട്ട് എ പേഴ്സൺസ് എബിലിറ്റി ടു പെർഫോം ചലഞ്ചിങ് ജോബ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഡസ് നോട്ട് ഇൻഹെറിറ്റൻലി ഇംപ്ലൈസ് ദാറ്റ് ദേ ആർ ഫിറ്റ് ടു പെർഫോം ദ സെയിം ജോബ് ഓൾ ഡേ. നമ്മളൊരു ജോബ് ഒരു ദിവസം ചെയ്തു, ആ ഫിസിക്കലി നമ്മൾ ഓക്കെ ആയിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ആ ജോബ് ചെയ്യാനായിട്ട് ഫിറ്റ് ആണ് എന്നല്ല, നമ്മൾ ആ ഒരു ജോബ് സെയിം ജോബ് റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ജോബ് കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. It is possible to assemble a series of valid physical tests. അപ്പോൾ സ്ട്രെങ്ത് ആൻഡ് ഫിസിക്കൽ ടെസ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് പോസിബിൾ ആയിട്ടുള്ള വാലിഡ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും. The techniques is based on detailed job analysis and followed by development of accurate simulation of the job activities. നമ്മൾ ആ ജോബിന്റെ ആ ഒരു പ്രവർത്തനവും ആ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് അതിന് വേണ്ട രീതിയിലുള്ള ടെസ്റ്റ് ആയിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യണേ. A firefighter example who have to drag 175 pounds person down a flight of stair and okay ഒരു ഫയർ ഫൈറ്റർ ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു 125 pounds വെയിറ്റ് ഉള്ള ഒരാളെ സ്റ്റെയർ വഴി എന്ത് ചെയ്യണം, ഫയർ സംഭവിച്ച ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറക്കാനായിട്ട് പറ്റണം. അതേപോലെ തന്നെ കോപ്സ് എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ might have to run a mile faster than the offender he or she chasing while wearing 10 pounds of gear and body armor. നമുക്കറിയാലോ, നമ്മുടെ പോലീസ് കള്ളന്മാരെ അല്ലെങ്കിൽ ഒഫൻഡേഴ്സിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ആ ഒരു ഹെൽമെറ്റും അതേപോലെ അവരുടെ ആ ഒരു സേഫ്റ്റി ആർമേഴ്സ് ഒക്കെ വെച്ചിട്ട് അവരെന്ത് ചെയ്യേണ്ട വരും, ഈ ഒഫൻഡറിനേക്കാളും സ്പീഡിൽ ഓടിയാൽ മാത്രമേ ഒഫൻഡറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ചില ജോബുകൾക്ക് ചില എന്താ പറയുക ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രെങ്ത് ആയിരിക്കും വേണ്ടത്. അപ്പൊ നമ്മൾ ഫിസിക്കൽ ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ ടെസ്റ്റുകളായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പം പോലീസിലേക്കാണ് ജോബ് വരുന്നെങ്കിൽ എന്തായാലും റണ്ണിങ് നിർബന്ധമായിരിക്കും. അത് നിർബന്ധമായിട്ട് ഇപ്പൊ സാധാരണ പുരുഷന്മാർക്കായിരിക്കുമല്ലേ റണ്ണിങ് കൂടുതൽ കൊടുക്കുന്നത്, പക്ഷെ നമ്മൾ സ്ത്രീകൾ കുറച്ച് വീക്ക് ആണെന്നാണ് പറയുന്നത്. എന്നാലും ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ജോബുകൾക്ക് കൂടുതലായിട്ട് പുരുഷന്മാരെയാണ് എന്ത് ചെയ്യുന്നത്, അക്കൗണ്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ടു യൂസ് പ്രോആക്റ്റീവ് മെത്തേഡ് ഓഫ് ഇവാലുവേറ്റിംഗ് വാലിഡേഷൻ. വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി മറ്റു മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റീവ് മെഷർമെന്റ് ഓഫ് ഹാർട്ട് റേറ്റ്, നമ്മൾ ഹാർട്ട് റേറ്റ് നോക്കും. ഓക്സിജൻ അപ്ടേക്ക്, നമ്മളൊരു ഇത്ര സമയത്തിൽ ഓക്സിജൻ എത്ര പ്രാവശ്യം അപ്ടേക്ക് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് മെട്രിക്സ് എമംഗ് ദി കറന്റ് എംപ്ലോയി, അതേപോലെ ക്യാൻ ഓൾസോ ബി ഇൻക്ലൂഡ് ഇൻ ദ പ്രോസസ്. അതേപോലെ കറന്റ് എംപ്ലോയീസിന്റെ ഹെൽത്ത് മെട്രിക്സും നമ്മൾ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മെഡിക്കൽ എക്സാമിനേഷൻ പോലെ കണ്ടക്ട് ചെയ്യാറുണ്ട്, ഫിസിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. This knowledge should be form the basic of selecting test endurance, flexibility, strength, aerobic ability. എന്ന് വെച്ചാല് നമ്മൾ ഈ ഒരു നോളജ് ഒക്കെ എന്തിനാ കളക്ട് ചെയ്യണേ, അവർ ആ ജോബ് ചെയ്യാനായിട്ട് ഓക്കെ ആണോ, ഫ്ലെക്സിബിൾ ആണോ, സ്ട്രെങ്ത് ഉണ്ടോ, ഓക്സിജൻ ഇൻടേക്കും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ, ചില ആസ്മ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഉള്ളവരാണോ, ആസ് വെൽ ആസ് ടു ഡിറ്റർമിൻ കട്ട് ഓഫ് പോയിന്റ്. ഇതെല്ലാത്തിന്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കട്ട് ഓഫ് പോയിന്റ് എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത്. ഫ്രീക്വന്റ്ലി ഫിസിക്കൽ ടെസ്റ്റ് നെഗറ്റീവ്ലി ഇമ്പാക്ട്സ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ്. സാധാരണയായിട്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫിസിക്കൽ ടെസ്റ്റ് എങ്ങനെയാണ് നെഗറ്റീവ്ലി ഇമ്പാക്ട്സ് ആണ്. കാരണം നമുക്കറിയാം ആർക്കാണ്, പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ ഫിസിക്കൽ സ്ട്രെങ്ത് കൂടുതൽ? അതിനോട് എടാ ഫിസിക്കൽ സ്ട്രെങ്ത് ആർക്ക് കൂടുതൽ, സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ? പുരുഷന്മാർക്കാണ്. കാര്യം അവർക്ക് പെട്ടെന്ന് മതിലൊക്കെ എടുത്ത് ചാടാൻ പറ്റും, കളറിന്റെ പുറകെ ഓടാനും നല്ല സ്പീഡൊക്കെ ആയിരിക്കും. ഫിസിക്കലി അവര് സ്റ്റേബിൾ ആണ്. പക്ഷെ സ്ത്രീകൾ അങ്ങനെയാണ്, നമ്മള് അത്രയും സ്റ്റേബിളോ അല്ലെങ്കിൽ ഫ്ലെക്സിബിളോ അല്ല. അപ്പൊ അതുകൊണ്ട് അത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ നെഗറ്റീവ് ഫിസിക്കൽ ടെസ്റ്റ് നെഗറ്റീവ്ലി ആണ് അഫക്ട് ചെയ്യാറ് സാധാരണയായിട്ട്. അതേപോലെ നമ്മുടെ കട്ട് ഓഫ് പോയിന്റ് ഇപ്പൊ SIO അല്ലെങ്കിൽ CPO വുമൺ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ, വുമൺ പോലീസ് ഓഫീസറൊക്കെ ആണെങ്കിൽ എന്താ പറയാ കട്ട് ഓഫ് പോയിന്റ് കുറവായിരിക്കും. എന്താ വെച്ചിട്ട് കുറച്ച്, കാരണം അത്രയും പോലും അറ്റൈൻ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും. നമുക്കപ്പോ കട്ട് ഓഫ് പോയിന്റ് കുറവായിരിക്കും വയ്ക്കാം.
Therefore, the employer should be carefully establish and determine the validity and cut-off score of the test. നമുക്ക് സ്ത്രീകളെയാണ് അപ്പോയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കട്ട് ഓഫ് പോയിന്റ് കുറച്ച് കുറച്ച് വെച്ചാലേ നമുക്ക് കൂടുതലായിട്ട് എംപ്ലോയീസിന് കിട്ടുള്ളൂ. ഇനി പുരുഷന്മാരെയാണെങ്കിൽ കട്ട് ഓഫ് പോയിന്റ് കുറച്ച് കൂട്ടി വെക്കണം, എന്നാലേ നമുക്ക് എംപ്ലോയീസ് നല്ല ഏറ്റവും എല്ലാവർക്കും അത്യാവശ്യം ഫിസിക്കൽ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എംപ്ലോയർ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി മറ്റൊരു ടെസ്റ്റ് ആണ് എയ്ഡ്സ് ആൻഡ് HIV ടെസ്റ്റ്. നമ്മൾ due care is being taken by the employer for recruiting candidates having AIDS. എയ്ഡ്സ് ഒക്കെ ഉള്ള വ്യക്തികൾ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ, ദ Canadian Current Human Rights Commission policy state that commission would not consider being HIV or AIDS free as a bona fide occupational necessity or bona fide justification unless it can be proved that being free from HIV is essential for effective productivity and consistent performance of the job or receive programs or service. അപ്പോൾ കനേഡിയൻ കറന്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ സ്റ്റേറ്റ് ചെയ്യുന്നതാണ് ഈ HIV എന്ന് പറയുന്നത് ഒരു ബോൺഫിഡ് ഓക്യുപേഷണൽ നെസസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള എംപ്ലോയീസിന് അവർക്ക് നമ്മൾ അസൈൻ ചെയ്യുന്ന ജോബ് കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാനോ എഫക്റ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് അവർക്ക് വർക്ക് ചെയ്യാനോ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മള് HIV ടെസ്റ്റ് ചില ഓർഗനൈസേഷൻ HIV ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് അങ്ങനെയുള്ള എംപ്ലോയീസിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റിക്രൂട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാരണം അവർക്ക് ആ ഒരു ജോബ് ചെയ്യാനായിട്ട് ഡെഡ്ലി ഡിസീസ് ആണ്, അവർക്ക് ആ ജോബ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആവണമെന്നില്ല. അതേപോലെ കമ്പനിക്ക് കോമ്പൻസേഷൻ വരാനുള്ള ചാൻസ്, വർക്ക്മാൻ കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് ഒരുപാട് മെഡിക്കൽ എക്സ്പെൻസ് നമ്മൾ കമ്പനി മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ കമ്പനിക്ക് ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് അവർക്ക് തീരുമാനിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്, സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ദി കാൻഡിഡേറ്റ് മെഡിക്കൽ അസോസിയേഷൻ ഡസ് നോട്ട് സപ്പോർട്ട് HIV or AIDS ടെസ്റ്റിംഗ്. അപ്പോ കാൻഡിഡേറ്റ്സ് മെഡിക്കൽ അസോസിയേഷൻ എന്ത് ചെയ്യുന്നില്ല, HIV AIDS ടെസ്റ്റിംഗ് ചില മെഡിക്കൽ അസോസിയേഷൻസ് support ചെയ്യുന്നില്ല. According to them, this should only to be preferred in the situation where such a medical condition maybe impacts the job performance of the candidates. അവർ പറയുന്നതെന്ന് വെച്ചാൽ ഏതൊരു സിറ്റുവേഷനിലാണോ ഒരു ജോബിനെ ഇത് അഫക്ട് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമേ ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്താൽ മതി എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ കമ്പനീസും അങ്ങനെ കൺസിഡർ ചെയ്യണമെന്നില്ല. ചില കമ്പനീസ് എയ്ഡ്സ് ഉള്ള കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യില്ല. കാരണം ചിലപ്പോൾ എയ്ഡ്സ് ഉള്ള കാൻഡിഡേറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് മറ്റ് എംപ്ലോയീസിന് താല്പര്യം ഉണ്ടാവില്ല. പണ്ടത്തെ ഒരു ചിന്താഗതിയാണ് ഞാൻ ഈ പറയുന്നത്. പണ്ട് അങ്ങനെ അസുഖം ഉണ്ടെങ്കിൽ ആരും അവരുടെ വർക്ക് ചെയ്യില്ല, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ കുറച്ചും കൂടെ ആൾക്കാര് എന്താ പറയാ മാറ്റമൊക്കെ ഉണ്ട്. എന്നാലും ആരും ആ എംപ്ലോയീസ് അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് അത് റിക്രൂട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അടുത്താണ് ജനറ്റിക് ടെസ്റ്റ്. According to Health Law Institute at University of Alberta, almost 24% of genetic specialists believe that employers should have to access to an employee's confidential medical record in order to determine whether the employee is likely to develop genetic disease that could be costly to the employers. നമ്മുടെ എംപ്ലോയീസിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് എന്ത് ചെയ്യാറുണ്ട്, വെരിഫൈ ചെയ്യാറുണ്ട്. കാരണം ഇപ്പോൾ ജനറ്റിക് ഡിസീസ് ഉണ്ടെങ്കിലും ആസ്മ പോലത്തെ ചെറിയ അസുഖങ്ങൾ ആസ്മ ചെറുതായിട്ട് വരാറുണ്ട് ആ ഒരു എംപ്ലോയിക്ക്. അപ്പൊ നമ്മുടെ കമ്പനിക്ക് മെഡിക്കൽ റെക്കോർഡ് നോക്കിയപ്പോൾ ആസ്മയുടെ സ്റ്റാർട്ടിംഗ് ഒക്കെ കാണുന്നുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്ന സാഹചര്യം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഹെൽത്തി ആയിട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ഈ ഒരു വർക്കറിനെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാണെങ്കിൽ മേ ബി നമ്മുടെ കമ്പനിക്ക് ആ വ്യക്തിക്ക് ആ ഒരു അസുഖം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് എന്താണ് നഷ്ടമായിരിക്കും. കാരണം കമ്പനി കോമ്പൻസേഷൻ കൊടുക്കണം. ആ എംപ്ലോയി സ്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഞാൻ ഇവിടെ വർക്ക് ചെയ്തത് കൊണ്ട് ആണ് എനിക്കൊരു അസുഖം വന്നത് എന്ന് അവർ സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ഓട്ടോമാറ്റിക്കലി എന്ത് പേ ചെയ്യേണ്ടതായിട്ട് വരും, കോമ്പൻസേഷൻ പേ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ അവർക്ക് മുമ്പ് ആസ്മയുണ്ടോന്നോ ഒന്നും അവർ ചെക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. Almost genetic testing is a continuous issue that causes screening or monitoring of the job applicant or genetic propensity to the illness caused by various workplace chemicals or substances. ചില എംപ്ലോയീസ് അവരുടെ വർക്ക് പ്ലേസിൽ കെമിക്കൽസും സബ്സ്റ്റൻസും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് ഇൽനെസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ജനറ്റിക് മോണിറ്ററിംഗ് is used to
allowed workers to workplace closer. അപ്പോൾ നമ്മുടെ ജനറ്റിക് മോണിറ്ററിംഗ് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ അസുഖമുണ്ട്, നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ഏരിയ ആണ്, അല്ലെങ്കിൽ ടെസ്റ്റ് ഒരുപാടുള്ള ഏരിയ ആണ്, മേ ബി നിങ്ങളുടെ കണ്ടീഷൻ മേ ബി വേഴ്സ് ആവാനുള്ള ചാൻസ് ആണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എന്നിട്ടും അവർ തയ്യാറായിട്ടാണ് വരുന്നത്, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ അത് എന്തെങ്കിലും അസുഖം വരാണെങ്കിൽ അവർ ഓക്കെ ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാം, അവർ അക്കൗണ്ട് ചെയ്യാം. അല്ലാത്ത പക്ഷം കമ്പനിക്കെതിരെ അവർ കേസ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. However, genetic screening is used to identify hereditary disease to the workplace hazard. Maybe hereditary disease പാരമ്പര്യമായിട്ട് കിട്ടുന്ന എന്തെങ്കിലും അസുഖങ്ങൾ അത് വർക്ക് പ്ലേസിനെ മോശമായിട്ട് ബാധിക്കും, അല്ലെങ്കിൽ വർക്ക് പ്ലേസിലെ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്കത് കൂടാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ it can be also used to pre-employment test to reduce risk of an employer. അപ്പൊ എംപ്ലോയറുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ കോമ്പൻസേഷൻ പേ ചെയ്യേണ്ടി വരും. ആ ഒരു റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രീ എംപ്ലോയ്മെന്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. For example, those workers who have an inherited sensitivity will not hired at a lead battery plant. അപ്പോ ഇൻഹെറിറ്ററി സെൻസിറ്റിവിറ്റി പ്രോബ്ലംസ് ഉള്ള ഒരാളാണ്, പാരമ്പര്യമായിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിനെ ഒരിക്കലും ബാറ്ററി പ്ലാന്റിലൊന്നും അവർ നമ്മൾ എന്തെങ്കിലും ഹയർ ചെയ്യുന്നില്ല എന്നാ പറയുന്നത്. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. ശരിക്കും പറഞ്ഞ ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഇത് എലിമിനേറ്റ് കാൻഡിഡേറ്റ്, ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഫിസിക്കൽ എക്സാമിനേഷൻ എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോ എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ഡിസബിലിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസോ ഇൽനെസ്സോ ഉണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഓർഗനൈസേഷൻ തീരുമാനിക്കാം ഈ ഒരു എംപ്ലോയിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യണോ വേണ്ടയോ എന്ന്. കാരണം എംപ്ലോയിക്ക് ഫിസിക്കലി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, മേ ബി അത് കുറച്ചുകൂടി വേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ വേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ടാവും. നമ്മുടെ ഓർഗനൈസേഷന്റെ കണ്ടീഷൻ മൂലം അവർക്ക് വേഴ്സ് ആവാണ്, ഭയങ്കരമായിട്ട് അസുഖങ്ങൾ കൂടാണെങ്കിൽ മേ ബി അവര് ലീഗലി മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഓർഗനൈസേഷൻ കോമ്പൻസേഷൻ പേ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരാതിരിക്കാനായിട്ട് മാക്സിമം എംപ്ലോയീസ് ഫിറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ മാത്രം സെലക്ട് ചെയ്യാം. പിന്നെ ഡെഡ്ലി ഡിസീസ് ഉള്ള കാൻഡിഡേറ്റ്സിനെ മാക്സിമം റിജക്റ്റ് ആണ് ചെയ്യാറ്. മേ ബി അത് ഇൻഫെക്റ്റഡ് വിത്ത് ഡെഡ്ലി ഡിസീസ്, ഞാൻ പറഞ്ഞ എയ്ഡ്സ് പോലത്തെ അസുഖമുള്ള കാൻഡിഡേറ്റ്സിനെ മാക്സിമം റിക്രൂട്ട് ചെയ്യാതിരിക്കുകയാണ് സാധാരണയായിട്ട് കമ്പനികൾ ചെയ്യുന്നത്. അത് ശരിയല്ല എന്ന് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻസ് പറയുന്നുണ്ട്. To protect job applicants from performing job that dangerous of, നമുക്ക് കാൻഡിഡേറ്റ്സിനെ ഇൻഫോം ചെയ്ത് ഡേഞ്ചറസ് ആണ്, അവരുടെ ഹെൽത്തിന് ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എന്ന് നമുക്ക് അവരോട് ഇൻഫോം ചെയ്യാൻ പറ്റും. പ്ലേസിംഗ് ദ കാൻഡിഡേറ്റ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ഹെൽത്ത് ഇഷ്യൂ ഉള്ള കാൻഡിഡേറ്റ്സിനോട് നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെ ഫിസിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ഒരു ജോബിൽ നിന്ന് മറ്റു ജോബിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീപ്ലേസ് ചെയ്യാനൊക്കെ പറ്റും. നോക്കാട്ടെ സിഗ്നിഫിക്കൻസ് ഓഫ് physical examination ആണ്. It eliminates the candidates that are not physically able to perform basic functions of the job. Basic functions perform ചെയ്യാൻ പറ്റാത്ത കാൻഡിഡേറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. The existing disabilities are discovered by physically examine the candidate. The existing disabilities നമ്മൾ മുൻകൂട്ടി ഡിസ്കവർ ചെയ്യുകയാണെങ്കിൽ ആ കാൻഡിഡേറ്റ്സിനെ ഫിസിക്കൽ എക്സാമിൻ വഴി നമുക്ക് ഡിസ്കവർ ചെയ്യുകയാണെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് ഹയറിംഗ്, നമ്മൾ ആ എംപ്ലോയിനെ ഹയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇറ്റ് ഇസ് ഹെൽപ്സ് ദ ഓർഗനൈസേഷൻ ടു ഗ്യാദർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ എംപ്ലോയീസ് ഹെൽത്ത്. എംപ്ലോയിയുടെ ഹെൽത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ട്. The main objective behind the physical examination is to save the company from various legal and ethical matters relating to workman compensation. ഓൾറെഡി നമുക്ക് ആ ഒരു വ്യക്തിയുടെ അസുഖത്തെ കുറിച്ച് അറിഞ്ഞിട്ടാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ, അസുഖത്തെ കുറിച്ച് അറിയുകയാണെങ്കിൽ നമുക്ക് എന്താണ് മറ്റ് ലീഗൽ ആൻഡ് എത്തിക്കൽ മാറ്റേഴ്സിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നില്ല. കാരണം എന്താണ്, നമുക്ക് ആ എംപ്ലോയിനെ അറ്റ് ടൈം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിജക്ട് ചെയ്യാനായിട്ട് പറ്റും. Those infected with the deadly disease are excluded from hiring. Deadly disease ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യാം. It protects job applicants from performing the job that are dangerous and prejudicial to their health. അവരുടെ ഹെൽത്തിന് ഡേഞ്ചറസ് ആണ് അല്ലെങ്കിൽ അത് ഹാർംഫുൾ ആണ് എന്നുള്ള ജോബുകളിൽ നിന്ന് ജോബ് ആപ്ലിക്കന്റിനെ എന്ത് ചെയ്യാം, പ്രൊട്ടക്ട് ചെയ്യാം. ഇത് അസിസ്റ്റ് ഇൻ placing the candidates in accordance with their health issue. ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ആ ഒരു പ്ലേസിലേക്ക് അല്ലെങ്കിൽ ഹെൽത്തിന് ഇഷ്യൂ വരാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കാം.
ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഉള്ള ഒരു വ്യക്തിനെ ഡസ്റ്റോ അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഫ്യൂംസ് കുറവുള്ള ഒരു പ്ലേസിലേക്കാണ് നമ്മൾ പ്ലേസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യണമെങ്കിൽ അത്രയും ഹെൽത്ത് ഇഷ്യൂ വരാനുള്ള ചാൻസ് കുറവാണ്. സോ അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആ കാൻഡിഡേറ്റ്സ് നമുക്ക് ഹയർ ചെയ്യാനും പറ്റും, വേറെ ബാഡിലി അത് അഫക്റ്റും ചെയ്യില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. ഫിസിക്കൽ എക്സാമിനേഷന്റെ ടൈപ്സ് പറഞ്ഞു, ഡ്രഗ്സ് ടെസ്റ്റ്, സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റ്, HIV ടെസ്റ്റ് ആൻഡ് ജനറ്റിക് ടെസ്റ്റ്. ഒന്ന് വായിച്ചൊക്കെ ഡ്രഗ്സ് ടെസ്റ്റ് മുതൽ ഈ സിഗ്നിഫിക്കൻസ് വരും. ഒന്ന് വേഗം റീഡ് ചെയ്ത് എല്ലാവരും. ഓക്കെ, നമ്മള് ഡ്രഗ്സ് ടെസ്റ്റ്, അതേപോലെ തന്നെ ജനറ്റിക് ടെസ്റ്റ്, സ്ട്രെങ്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആൻഡ് HIV AIDS ടെസ്റ്റ് ആണ് സാധാരണയായിട്ട് കോമൺലി കണ്ടക്ട് ചെയ്യുന്ന ഫിസിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോവാണ്. എന്താണ് റെഫറൻസ് ചെക്ക്? നമ്മൾ ആദ്യ റിക്രൂട്ട്മെന്റ് ടൈമിൽ റെഫറൻസിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എംപ്ലോയിക്ക് ഇപ്പോൾ വേണമെങ്കിലും എംപ്ലോയി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട്, എംപ്ലോയിക്ക് ഉണ്ട്. ആ ചെക്ക് ചെയ്യുന്ന ആ ഒരു രീതിയിൽ ആ ഇൻഫർമേഷൻസ് തന്നിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്? റെഫറൻസ് ചെക്ക് കണ്ടക്ട് ചെയ്യുന്നത്. റെഫറൻസ് ചെക്ക് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, the process of collecting and verifying the criminal record, commercial record and physical record of an individual is known as reference check. ഒരു വ്യക്തിയുടെ ക്രിമിനൽ റെക്കോർഡ്, അതേപോലെ കൊമേഴ്ഷ്യൽ റെക്കോർഡ്, ഫിസിക്കൽ ഫിനാൻഷ്യൽ റെക്കോർഡ് ഒക്കെ വെരിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. ഇന്ന് മറ്റൊരു പേര് കൂടി ഉണ്ട്. എന്താണ്? ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഓർ ആൻസ്റ്റന്റ് ചെക്ക്. ഓക്കെ, ഇത്രയും പേരുകളുണ്ട്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്ന് പറഞ്ഞാലും റെഫറൻസ് ചെക്ക് ആണ്, ഡിസ്റ്റൻസ് ചെക്ക് എന്ന് പറഞ്ഞാലും റെഫറൻസ് ചെക്ക് ആണ്. These checks are commonly
commonly used by the employer to bring out more information about the candidates. നമ്മൾ എന്തിനാണ് ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ല ചെക്ക് കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യാനാണ്. കാൻഡിഡേറ്റ്സിന്റെ ക്വാളിഫിക്കേഷൻ, ആ വ്യക്തി ജോബിൽ ഫിറ്റ് ആണോ, ക്യാരക്ടർ, അദ്ദേഹം മുമ്പ് വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ എങ്ങനെയായിരുന്നു വർക്കിംഗ്, ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഫറൻസ് ചെക്ക് കണ്ടക്ട് ചെയ്യുന്നത്. These checks are commonly used by the employer to bring out more information about a candidate's qualification, fitness, character, working, etc. These checks are also used to evaluate potential hiring risk for the safety and security purpose. ഇതേപോലെ തന്നെ ഈ ചെക്ക് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹയറിംഗ് റിസ്ക് കുറയ്ക്കാൻ പറ്റും. കാരണം അദ്ദേഹം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയാണെങ്കിൽ നമുക്ക് ഹയർ ചെയ്യാതിരിക്കാം. നമുക്ക് സേഫ്റ്റി സെക്യൂരിറ്റി പ്രോബ്ലംസ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെഫറൻസ് ചെക്ക് കണ്ടക്ട് ചെയ്യാറുണ്ട്. എംപ്ലോയീസ് ആൻഡ് വെരിഫിക്കേഷൻ, ആൻഡ് പാസ്റ്റ് എന്നുള്ള വെരിഫിക്കേഷൻ ആണ്. പാസ്റ്റ് വെരിഫിക്കേഷൻ മുമ്പത്തെ വെരിഫിക്കേഷൻ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ 1 minute. ഓക്കെ, അപ്പം എംപ്ലോയീസ് പഴയ കാര്യങ്ങളെ കുറിച്ചിട്ട് വെരിഫൈ ചെയ്യാനും ഇൻഫർമേഷൻസ്, പ്രീവിയസ് എംപ്ലോയറിന്റെ കയ്യിൽ എംപ്ലോയ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. അത് ആ സമയത്ത് എങ്ങനെയായിരുന്നു വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ എംപ്ലോയി എന്തെങ്കിലും ഫോൾസ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടോ, ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ടോ ജോബ് പൊസിഷനെ കുറിച്ചിട്ടോ ഫോൾസ് ആയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്ത് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാണെങ്കിൽ employees instant verification tool is used to identify the information given by the candidates in relation to the previous employment. Previous employment കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് വെരിഫൈ ചെയ്യാം. However, through the verification of individuals' previous employment reveal the several unreported employment falsification about the previous title or duties and the employment gap. അപ്പൊ നമുക്ക് ഫോൾസിഫിക്കേഷൻ എന്തെങ്കിലും തന്നിട്ടുണ്ടോ, തെറ്റായിട്ട് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടോ, അതേപോലെ തന്നെ അൺറിപ്പോർട്ടഡ് എംപ്ലോയ്മെന്റ് ഉണ്ടോ, ഏതെങ്കിലും ജോലി ചെയ്യാതെ എംപ്ലോയ്മെന്റ് ഗ്യാപ്പ് സംഭവിച്ചിട്ടുണ്ടോ, അതേപോലെ മുമ്പത്തെ ടൈറ്റിൽ എന്താണ്, ടൈറ്റിൽ ഫോൾസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഡ്യൂട്ടീസിനെ കുറിച്ച് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടോ എന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. എംപ്ലോയർ നമ്മൾ പറഞ്ഞത് റെഫറൻസ് ചെക്ക് ആണ്. റെഫറൻസ് ചെക്ക് കോമൺലി യൂസ് ചെയ്യുന്നത് ആ എംപ്ലോയിയുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, വെരിഫൈ ചെയ്യാണ്. ക്വാളിഫിക്കേഷൻ, ഫിറ്റ്നസ്, ക്യാരക്ടർ, വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എങ്ങനെയായിരുന്നു വർക്കിംഗ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ രീതിയിൽ റെഫറൻസ് ചെക്ക് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി അത് തന്നെയാണ് പർപ്പസ് ഓഫ് റെഫറൻസ് ചെക്ക് ആണ് നോക്കുന്നത്. വെരിഫിക്കേഷൻ ഓഫ് ദ ഇൻഫർമേഷൻ ഗിവൺ ബൈ ദ ആപ്ലിക്കന്റ്. ആപ്ലിക്കന്റ് പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷൻസ് വെരിഫൈ ചെയ്യാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്ത ഈച്ച് ആൻഡ് എവരി ഇൻഫർമേഷൻ കറക്റ്റ് ആണോ, പ്രോപ്പർ ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, വെരിഫൈ ചെയ്യാണ്. Sometimes job applicants may not give accurate information regarding previous employment. മുമ്പ് ചില ആപ്ലിക്കൻസ് എന്താണ് പ്രീവിയസ് എംപ്ലോയ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കറക്റ്റ് ആയിട്ട് കൊടുക്കണമെന്നില്ല. Education the order to increase their employability. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൂടുതൽ ആഡ് ചെയ്ത് കാണിക്കും. കാരണം അവരുടെ എംപ്ലോയ്മെന്റ് കിട്ടാനുള്ള ചാൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷൻ അവർ കൂട്ടി കാണിക്കുന്നത്. Thus, reference is used to verify the information provided by the candidates regarding previous employment. അപ്പൊ പ്രീവിയസ് എംപ്ലോയ്മെന്റിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഇൻഫർമേഷൻസ് വെരിഫൈ ചെയ്യാം. മുമ്പ് വർക്ക് ചെയ്യുന്ന എംപ്ലോയ്മെന്റിൽ എങ്ങനെയായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്യണം, അദ്ദേഹം ആ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റെഫറൻസ് ചെക്കിലൂടെ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സംടൈംസ് ജോബ് ആപ്ലിക്കേഷനെ കുറിച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഫറൻസ് ചെക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യണം. ക്യാരക്ടർ ആൻഡ് ഇന്റർപേഴ്സണൽ കോമ്പറ്റൻസ്. ചില ജോബുകൾക്ക് ക്യാരക്ടറും അതേപോലെ തന്നെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ വ്യക്തിക്ക് എങ്ങനെയാണ് വ്യക്തി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, അതിന്റെ ക്യാരക്ടർ എങ്ങനെയാണ് എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാരക്ടർ ആൻഡ് ഇന്റർപേഴ്സണൽ കോമ്പറ്റൻസ് ചെക്ക് ചെയ്യുന്നത്. If the interpersonal skill is essential for any job profile, thus it is that case separate category should be presented on reference checking in order to obtain detailed information. ആ ഒരു റെഫറൻസ് ചെക്ക് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അദ്ദേഹത്തിന്റെ ഇന്റർപേഴ്സണൽ സ്കിൽസിനെ കുറിച്ചിട്ടും കാര്യങ്ങളെ കുറിച്ചിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. ഫോർ എക്സാമ്പിൾ HR കോർഡിനേറ്റർ, HR എക്സിക്യൂട്ടീവ് പ്രൊഫൈൽസ് എക്സെട്ര. HR കോർഡിനേറ്ററിനെ കുറിച്ചിട്ട് HR എക്സിക്യൂട്ടീവ് പ്രൊഫൈൽസിനെ കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ട് ഇൻഫർമേഷൻസ്
ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അവർക്ക് അല്ലെങ്കിൽ കോമ്പറ്റൻസ് കൂടുതൽ വേണ്ട പോസ്റ്റുകൾക്കാണ് HR കോർഡിനേറ്ററും HR എക്സിക്യൂട്ടീവും. മുമ്പ് വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൽ എങ്ങനെയായിരുന്നു എന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിക്രൂട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റും. നെക്സ്റ്റ് ആണ് ചെക്ക് ദ ഒമിഷൻ ഓഫ് ഇൻഫർമേഷൻ. കാൻഡിഡേറ്റ്സ് പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷനിൽ എന്തെങ്കിലും ഒമിറ്റ് ചെയ്തിട്ടുണ്ടോ? മേ ബി ചില കാര്യങ്ങൾ ഒമിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ കണ്ടെത്തും. Sometimes the candidate may not give details regarding to their background because they believe that it will be reduce their chance of employment. അപ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ട് അവരെന്ത് ചെയ്യില്ല, ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ എംപ്ലോയ്മെന്റ് കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യും, കുറച്ച് ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, ഒമിറ്റ് ചെയ്യും. ഒമിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വം ഈ ഇൻഫർമേഷൻ റെഫറൻസിൽ അല്ലെങ്കിൽ ബയോഡാറ്റയിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. Most of the employers wants to check whether the candidates have any criminal record or not. അതേപോലെ തന്നെ എല്ലാ ഭൂരിഭാഗം എംപ്ലോയേഴ്സും ഈ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ചില എംപ്ലോയ്മെന്റ് ചോദിക്കാറ് എംപ്ലോയേഴ്സ് ചോദിക്കാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ക്രിമിനൽ റെക്കോർഡുള്ള ആളാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ നോക്കാറുണ്ട്, ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ എന്നൊക്കെ റെഫറൻസ് ചെക്ക് വഴി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. സെർവ് ആസ് എ പ്രെഡിക്റ്റർ ഓഫ് ദി ജോബ് സക്സസ്. നമ്മൾ പണ്ട് വർക്ക് ചെയ്തിരുന്ന ഓർഗനൈസേഷനിലെ ജോബും കാര്യങ്ങളൊക്കെ നമ്മൾ റെഫറൻസ് ചെക്കിലൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇനി ഭാവിയിൽ എങ്ങനെയായിരിക്കും അദ്ദേഹം വർക്ക് ചെയ്യുക എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ജോബിന്റെ സക്സസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. റെഫറൻസ് ചെക്ക് ഈസ് യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ദ ability of the job applicant to perform the task and duties. റെഫറൻസ് ചെക്ക് ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിന്റെ എബിലിറ്റീസും അദ്ദേഹം എങ്ങനെയാണ് ജോബ് ടാസ്ക് ഡ്യൂട്ടീസ് ഒക്കെ പെർഫോം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹെൻസ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഫോർകാസ്റ്റ് ജോബ് സക്സസ്. ഇത് ജോബ് സക്സസ് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും ജോബ് സക്സസ് എന്ന് ഉറപ്പ് വരുത്താനായിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ആണ് willingness of the past or current employer to rehire the applicant. അപ്പോ മേ ബി കറന്റ് എംപ്ലോയർ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ എംപ്ലോയർ തന്നെ റീഹയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ? അങ്ങനെ റീഹയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു കമ്പനിയിലേക്ക് പോകുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ആ ഒരു ആപ്ലിക്കന്റിന്റെ കറന്റ് എംപ്ലോയറിനോടുള്ള ആ ഒരു എന്താ പറയാ ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ, അദ്ദേഹത്തിന്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളോട് ചോദിക്കാൻ, നിങ്ങൾ മുമ്പ് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ എംപ്ലോയർ നിങ്ങൾ റീഹയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ സ്ഥാപനത്തിലേക്ക് വർക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ മേ ബി എസ് ഓർ നോ പറയും. എസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ നോ പറഞ്ഞെങ്കിൽ എന്തുകൊണ്ട്. അപ്പൊ അവർക്ക് ക്ലിയർ വ്യൂ കിട്ടും. നിങ്ങൾക്ക് കറന്റ് എംപ്ലോയറിനോടുള്ള ഒരു എന്താ പറയാ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടബിലിറ്റി ഒക്കെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇഫ് ദ പ്രീവിയസ് ഓർ കറന്റ് എംപ്ലോയർ ഈസ് eager to rehire the applicant, വീണ്ടും റീഹയർ ചെയ്യുകയാണെങ്കിൽ it helps to get clear view of the candidate's potential. കാൻഡിഡേറ്റ്സിന്റെ പൊട്ടൻഷ്യൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാൻഡിഡേറ്റ്സ് എന്തായിരിക്കും പറയുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ പറഞ്ഞത് റെഫറൻസ് ചെക്കിനെ കുറിച്ചിട്ടാണ്. റെഫറൻസ് ചെക്ക് കണ്ടക്ട് ചെയ്യുന്നത് വെച്ചാൽ കാൻഡിഡേറ്റ്സിന്റെ എന്താണ് ക്വാളിഫിക്കേഷനും ഫിറ്റ്നസും അതേപോലെ ക്യാരക്ടറും വർക്കിങ്ങും ഒക്കെ മുമ്പത്തെ ഓർഗനൈസേഷനും അതേപോലെ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റ് ആണ്, ആക്യുറേറ്റ് ആണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് റെഫറൻസ് ചെക്ക് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒന്നുകൂടി വെരിഫിക്കേഷൻ ചെയ്യാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ, ഇന്റർപേഴ്സണൽ കോമ്പിറ്റൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനി അദ്ദേഹം എന്തെങ്കിലും ഡീറ്റെയിൽസ് നമ്മളിൽ നിന്ന് ഒമിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് ആ ഇൻഫർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്താണ് അദ്ദേഹത്തിന്റെ ജോബ് സക്സസ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ willingness of past employer, so past or current employer to rehire the applicant വീണ്ടും റീഹയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ willingness എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാനും പറ്റും. ഇനി റെഫറൻസ് ചെക്ക് നമുക്ക് സിംപ്ലി ഒരു 5 രീതിയിൽ നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് ചെക്ക് ആണ്. നമ്മൾ ഇന്റർനെറ്റിലെ ഇൻഫർമേഷൻസ് അവർ പറഞ്ഞിട്ടുള്ള കമ്പനിയെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഫർമേഷൻസ് ചെക്ക് ചെയ്ത് നോക്കുന്നു. ടെലിഫോൺ റെഫറൻസ് ആണെങ്കിൽ നമ്മൾ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മോഡാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിൽ നമ്മൾ കോൾ ചെയ്യുന്നു, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. റിട്ടേൺ റെഫറൻസ് ആണെങ്കിൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ് ആണ്. നമ്മൾ ലെറ്റർ അയക്കുന്നു ആ ഒരു കമ്പനിയിലേക്ക്, ആ കമ്പനിയിൽ നിന്ന് തിരിച്ച് നമുക്ക് ലെറ്റർ ഫോർവേഡ് ചെയ്ത് തരുന്നു. കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണെന്നുള്ളൂ, പക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. പേഴ്സണൽ റെഫറൻസ് ആണെങ്കിൽ എല്ലാ കമ്പനീസും അങ്ങനെ
പേഴ്സൺസിന് റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാറില്ല. എന്നാലും നമുക്ക് ആ ഒരു എംപ്ലോയിനെ കുറിച്ചിട്ടുള്ള എക്സ്ട്രാ ഇൻഫർമേഷൻസ് പേഴ്സണൽ റെഫറൻസിൽ നിന്ന് കിട്ടും. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും ഈ ഒരു എംപ്ലോയി പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മളപ്പോ നോക്കുന്നത് എന്താണ്, ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് ചെക്ക് ആണ് കേട്ടോ. Internet based reference is a method of inquiring and check the information given by the candidates online with the help of a computer. Internet based reference check എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് റെഫറൻസ് ചെക്ക് ആണ്. അപ്പോൾ കാൻഡിഡേറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി ചെക്ക് ചെയ്യുന്നു. In this method, employer use വേരിയസ് സെർച്ച് എൻജിൻസ്, നമുക്ക് യാഹൂ, ഗൂഗിൾ പോലത്തെ സെർച്ച് എൻജിൻസ് വഴി നമുക്ക് എന്ത് ചെയ്യാം, വെരിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ ആ പ്രൊവൈഡ് ചെയ്ത കമ്പനിയുടെ പേര് തന്നെ അടിച്ചു നോക്കും. അങ്ങനെ കമ്പനി ഒറിജിനൽ ആയിട്ട് ഉള്ളതാണോ, അല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമ്പനി ഉള്ളതാണോ എന്ന് ചെക്ക് ചെയ്യും. In this method, employer use various search engines such as Google, Yahoo, etc. to verify that the information provided by the candidates is true or not. അത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. Nowadays, internet-based reference checks are become popular in India among various organizations because now employers want to make less effort for the reference check. ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്താണെങ്കിൽ ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് ചെക്ക് ആണ് കോമൺ ആയിട്ട് ചെയ്യുന്നത്. കാരണം അധികം എഫേർട്ട് ഒന്നും അവർക്ക് എടുക്കാനായിട്ട് താല്പര്യമില്ല. റെഫറൻസ് ചെക്കിന് വേണ്ടിയിട്ട് അധികം ടൈമോ എഫേർട്ടോ എടുക്കാൻ താല്പര്യമില്ല. അപ്പൊ അവർ കോമൺ ആയിട്ട് ഏത് മെത്തേഡ് യൂസ് ചെയ്യും, ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് ചെക്ക് യൂസ് ചെയ്യും. നെക്സ്റ്റ് മെത്തേഡ് ആണ് ടെലിഫോൺ റെഫറൻസ് ചെക്ക്. ദിസ് മെത്തേഡ് ഇസ് വൺ ഓഫ് ദ ഈസിയസ്റ്റ് മെത്തേഡ് ഓഫ് റെഫറൻസ് ചെക്ക്. റെഫറൻസ് ചെക്കിന് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് ആണ് ടെലിഫോൺ റെഫറൻസ്. ഇൻ ദിസ് മെത്തേഡ് എംപ്ലോയർ മേ വെരിഫൈ ദ കാൻഡിഡേറ്റ്സ് ഇൻഫർമേഷൻ ഓവർ ഒരു ഫോൺ ചെയ്തിട്ട് ഇൻഫർമേഷൻസ് എന്തെങ്കിലും കളക്ട് ചെയ്യും. അവർ പറഞ്ഞ ഇൻഫർമേഷൻസ് ഉണ്ടോ, അവർ പറഞ്ഞ കാലയളവില് കാൻഡിഡേറ്റ്സ് പറഞ്ഞ കാലയളവിൽ അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണോ എന്നൊക്കെ ചെക്ക് ചെയ്യും. എ ടെലിഫോൺ റെഫറൻസ് ചെക്ക് അലൗ ദ എംപ്ലോയർ ടു അസസ് ടോൺ ടു ദ ആപ്ലിക്കന്റ് പ്രീവിയസ് എംപ്ലോയർ. പ്രീവിയസ് എംപ്ലോയറിൽ നിന്ന് എംപ്ലോയിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ ഡിറ്റർമിൻ ട്രൂത്ത്ഫുൾനെസ് ഓഫ് ദ ഡാറ്റ അബൌട്ട് ദ ആപ്ലിക്കന്റ്. ആപ്ലിക്കന്റ് പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷനെ കുറിച്ചിട്ടുള്ള കറക്റ്റ് ട്രൂത്ത്ഫുൾനെസ്, സത്യസന്ധമായിട്ടാണോ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് അടുത്ത ഒരു മെത്തേഡാണ് റിട്ടേൺ റെഫറൻസ് ചെക്ക്. ഇത് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇൻ ദിസ് മെത്തേഡ് എ ലെറ്റർ ഈസ് യൂസ്ഡ് ടു ചെക്ക് ഓർ എൻക്വയർ ദ ഇൻഫർമേഷൻ അബൌട്ട് ദ കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലെറ്റർ ആയിരിക്കും. The large amount of information is collected by the HR department of the candidate's previous organization. എന്നിട്ട് നമ്മൾ HR ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യും. The data by the HR department, the previous employer of the candidates whose name has been mentioned by the candidates. കാൻഡിഡേറ്റ്സ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഇന്ന പേര്, ഞാൻ ഇന്ന ഒരു ഓർഗനൈസേഷനിൽ ഇന്ന ഒരു വ്യക്തിയുടെ കീഴിലായിട്ട് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും കൂടുതലായിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും. ബട്ട് ഇതിലൊരു ഡിസഡ്വാൻറ്റേജ് ഉള്ള കാര്യം എന്ന് വെച്ചാൽ ദിസ് മെത്തേഡ് ഇസ് വെരി ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള മെത്തേഡാണ്. കാരണം നമ്മള് ലെറ്റർ അയക്കാം, അവരതിന് റിപ്ലൈ തരാം, ടൈം കൺസ്യൂമിംഗ് അല്ലേ. ഇന്ന് നമുക്ക് താല്പര്യമില്ലാത്തതും എന്താണ്, ടൈം തന്നെയാണ്. അപ്പൊ ഭയങ്കര സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സ് എന്താണ്, ടൈമാണ്. അപ്പൊ റെഫറൻസ് ചെക്ക് റിട്ടേൺ റെഫറൻസ് ആണെങ്കിൽ റിട്ടേൺ റെഫറൻസ് ചെക്ക് ആണെങ്കിൽ ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ദ ക്വസ്റ്റ്യൻസ് ഇഫ് റിട്ടേൺ റിക്വസ്റ്റ് റെഫറൻസ് ഷുഡ് ബി ഡയറക്റ്റ്, സിമ്പിൾ ആൻഡ് റിലേറ്റഡ് ടു. നമ്മൾ റിട്ടേൺ റിക്വസ്റ്റിൽ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിരിക്കും. ക്വസ്റ്റ്യനെയർ പോലെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. സിമ്പിൾ ആയിരിക്കണം, നമ്മൾ ആ ജോബായിട്ട് റിലേറ്റ് ചെയ്യുന്നേക്കാം. റിട്ടേൺ റെഫറൻസ് ഷുഡ് ബി യൂസ്ഡ് for exempt and non-exempt the employee. ആ എംപ്ലോയിനെ എക്സെപ്റ്റ് ചെയ്യണോ, ഇഗ്നോർ ചെയ്യണോ, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യണ്ടയോ എന്ന് തീരുമാനിക്കാൻ റിട്ടേൺ റെഫറൻസ് ചെക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് പേഴ്സണൽ റെഫറൻസ് ചെക്ക്. നമ്മുടെ കാൻഡിഡേറ്റ്സ് നോൺ പേഴ്സണെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ജോബ് ആപ്ലിക്കേഷനിൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്യും. ഇൻഫർമേഷൻസ് കൊടുത്ത് ആ വ്യക്തിനെ കുറിച്ച് നമ്മൾ ആ വ്യക്തിനോട് വിളിച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർക്ക് അറിയാവുന്ന കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യുകയും ചെയ്യും. Many organizations give the reference from the form to the candidates in which the name of the people are requested. ചില വ്യക്തികളുടെ പേരും മെയിൽ ഐ ഡി, ഫോൺ നമ്പറും അഡ്രസ്സും കാര്യങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. ഇറ്റ് ഇസ് എ ലെങ്തി പ്രോസസ്. നമുക്ക് അറിയാം, കുറച്ച് ലെങ്തി ആയിട്ട് പ്രോസസ് ആണ്. സംടൈംസ് ദിസ് പ്രോസസ് ഇസ് നോട്ട് യൂസ്ഫുൾ. ചില സമയങ്ങളിൽ ഈ ഒരു പ്രോസസ് യൂസ്ഫുൾ ആവണമെന്നില്ല. കാരണം എനിക്ക് പരിചയമുള്ള, എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കില്ല ഞാൻ റെഫറൻസ് ആയിട്ട് വെക്കുക. അപ്പൊ അത് കറക്റ്റ് ഇൻഫർമേഷൻസ് കിട്ടണമെന്നില്ല. പേഴ്സണൽ റെഫറൻസ് ഷുഡ് ഓൺലി ബി യൂസ്ഡ് ഇൻ ദോസ് കേസ്
where there is no option for any other reference check. നിങ്ങൾക്ക് വേറെ റെഫറൻസ് ചെക്കിനൊന്നും ഓപ്ഷൻ ഇല്ലാത്ത പക്ഷം നമ്മൾ എന്ത് തന്നെ ചെയ്യും, പേഴ്സണൽ റെഫറൻസ് ചെക്ക് തന്നെ ചെയ്യാറുണ്ട്. In this method, employee get a clear picture of the applicant. നമുക്ക് എംപ്ലോയിക്ക് ആപ്ലിക്കന്റിനെ കുറിച്ചുള്ള ക്ലിയർ പിക്ചർ കിട്ടും, അതായത് ഇതിന്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ബിക്കോസ് ദിസ് ടൈപ്പ് ഓഫ് റെഫറൻസ് ചെക്ക് ഈസ് കണ്ടക്ടഡ് ബൈ ദ പീപ്പിൾ who know very little about the applicant. അപ്പോൾ സാധാരണ രീതിയിൽ ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് വെച്ചാൽ ആപ്ലിക്കന്റിനെ കുറിച്ച് നമുക്ക് ഒട്ടും ഒരു ഇൻഫർമേഷൻസ് അറിയില്ല. കൂടുതലായിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേഴ്സണൽ റെഫറൻസ് ചെക്ക് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് മെത്തേഡ് ആണ് റെഫറൻസ് ചെക്കിന്റെ ലാസ്റ്റ് മെത്തേഡാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ എംപ്ലോയി വർക്ക് ചെയ്യുന്ന പഠിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യും, കാൻഡിഡേറ്റ്സ് പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷൻസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. In this method, the employers can use education institution to verify the candidate's information. Candidates provided information correct ആണോ എന്ന് verify ചെയ്യാൻ വേണ്ടി ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യും. This method is used to check the integrity of the education record provided by the candidates. Candidates provide ചെയ്ത ആ ഒരു റെക്കോർഡിന്റെ ഇന്റഗ്രിറ്റി, സത്യസന്ധത അല്ലെങ്കിൽ ആ വാലിഡിറ്റി നമ്മൾ ചെക്ക് ചെയ്യാണ്. ഇപ്പോ ഇന്ന കാലയളവില് ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടില് ഇന്ന ആള് പഠിച്ചിരുന്നോ, അദ്ദേഹം ആ ഒരു കോഴ്സിൽ നിന്ന് പാസ് ഔട്ട് ആണോ, സപ്ലി ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം പാസ് ആയതാണോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രോസ് ചെക്ക് ചെയ്യാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അന്നത്തെ കാലത്ത് അതിൽ നല്ലൊരു വ്യക്തിയായിരുന്നില്ല അങ്ങനെ പറയും. നല്ല പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ അതും ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ആ റെഫറൻസ് ചെക്കിൽ പറയും. ഓക്കെ, ഇത്രയും ടൈപ്സ് ഓഫ് റെഫറൻസ് ചെക്ക് ആണ് കോമൺ ആയിട്ട് നമ്മള് റെഫറൻസ് ചെക്കിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് റെഫറൻസ് ചെക്ക് മുതൽ പർപ്പസും ആൻഡ് ദ മെത്തേഡ്സ് ഓഫ് റെഫറൻസ് ചെക്കും നോക്കുമെന്ന്.
എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് സെലക്ടിങ് ഓർ ഹയറിംഗ് ഡിസിഷൻ ആണ്. റെഫറൻസ് ചെക്ക് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഇത് എന്ത് ചെയ്യാണ്? സെലക്ഷൻ ആൻഡ് ഹയറിംഗ് ഡിസിഷൻ എടുക്കാൻ പോവാണ്. A selection or hiring decision should be made after interviewing the candidates for the position. Candidates interview ചെയ്തതിനു ശേഷമാണ് selection and hiring decision എടുക്കുന്നത്. The employer must identify which candidates are suited for the job. ഏത് candidates ആണ് ആ ജോബ് ചെയ്യാനായിട്ട് suited എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. Hiring decisions are considered as the most important business decision which an employer takes. Hiring decision എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻ ആണ്. എംപ്ലോയർ ഏത് എംപ്ലോയിനെ സെലക്ട് ചെയ്യണം ബിസിനസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻ ആണ് ഇത് ഹയറിംഗ് ഡിസിഷൻ. Thus, hiring decisions are vital for the success of the organization. നമ്മുടെ ഓർഗനൈസേഷന്റെ സക്സസിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഡിസിഷൻ ആണ് ഇത് ഹയറിംഗ് ഡിസിഷൻ. A poor hiring decision can have serious consequences. ഒരു poor hiring decision ആണെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകും. Managers must determine whether the candidate is capable of performing the job effectively. അപ്പൊ നമ്മള് hiring decision എടുക്കുമ്പോൾ ആ candidates ആ ജോബ് ചെയ്യാൻ capable ആണോ എന്ന് ചെക്ക് ചെയ്യണം. Whether he or she has all the skills, experience, education which are essential for the job. ആ ജോബ് ചെയ്യാനായിട്ട് അവർക്ക് വേണ്ട സ്കിൽസും എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. The following points must be taken into account by hiring decision. Hiring decision എടുക്കുമ്പോൾ താഴെ പറയുന്ന പോയിന്റ്സ് കൂടി കൺസിഡർ ചെയ്യണം. എക്സ്പീരിയൻസ് ആൻഡ് വർക്ക് ഹിസ്റ്ററി. നമുക്ക് ആ ഒരു ജോബ് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ജോബിൽ സിമിലർ ആയിട്ടുള്ള എക്സ്പീരിയൻസും വർക്ക് ഹിസ്റ്ററിയും ഉണ്ടോ. നോളജ് ആൻഡ് എബിലിറ്റി ഉണ്ടോ. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. Ability to solve logical problems solve ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടോ. കമ്മിറ്റ്മെന്റ്സ് ആൻഡ് മോട്ടിവേഷൻ ടു പെർഫോം ദ വർക്ക് ഇൻ ദ കമ്പനി. ആ കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് കമ്മിറ്റ്മെന്റ് ആയിരിക്കും. മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണോ. ചേഞ്ചസ് അനുസരിച്ച് മാറുന്ന എംപ്ലോയീസ് ആണോ. അവർക്ക് കമ്പനിയിൽ വർക്ക് ചെയ്യാൻ നന്നായിട്ട് വർക്ക് ചെയ്യോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. Hiring an appropriate candidate for the organization is a very difficult task. അപ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. ഇഫ് ദ എംപ്ലോയർ ഹാസ് എനി ഡൗട്ട് അബൌട്ട് ദ കാൻഡിഡേറ്റ്സ് എബിലിറ്റി. കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റിനെ കുറിച്ചിട്ട് എംപ്ലോയർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ then he or she should not hire that person. അദ്ദേഹം ഒരു കാരണവശാലും ആ ഒരു പേഴ്സണെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല, ഹയർ ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഡൗട്ട് ഉണ്ട്, ക്വാളിഫിക്കേഷനും എബിലിറ്റിയിലും നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഹയർ ചെയ്യേണ്ട. കാരണം നമ്മൾ എടുക്കുന്ന തീരുമാനം നമ്മുടെ ഓർഗനൈസേഷന്റെ സക്സസിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും, പ്രോഫിറ്റബിലിറ്റിയെയും അത് അഫക്ട് ചെയ്യും. This is the one of the fundamental rule for hiring decision. ഇതാണ് hiring decisionന്റെ ഫണ്ടമെന്റൽ റൂൾ എന്ന് പറയുന്നത്. സോ സെലക്ഷൻ ആൻഡ് ഹയറിംഗ് ഡിസിഷൻ എടുക്കുമ്പോൾ ഇന്റർവ്യൂവർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ എംപ്ലോയീസിന് നമുക്ക് ആ ജോബ് ചെയ്യാനുള്ള എക്സ്പീരിയൻസും വർക്ക് ഹിസ്റ്ററി, സ്കിൽസും നോളജും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടോ. അദ്ദേഹത്തിന് പ്രോബ്ലംസ് ലോജിക്കലി സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടോ. കമ്മിറ്റ്മെന്റ് ഉള്ള എംപ്ലോയി ആണോ എന്നൊക്കെ വെരിഫൈ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഹയറിംഗ് ഡിസിഷൻ പറഞ്ഞാൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ് എന്ത് ഹയറിംഗ് ഡിസിഷൻ. ഇനി എംപ്ലോയർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, കാൻഡിഡേറ്റ്സിനെ ബിസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ ഒരു എംപ്ലോയിനെ എന്ത് ചെയ്യാൻ പാടില്ല, ഹയർ ചെയ്യാൻ പാടില്ല. ഇതാണ് ഹയറിംഗ് ഡിസിഷനിലെ തന്നെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു റൂൾ എന്ന് പറയുന്നത്. ഇനി ടിപ്സ് ഫോർ മേക്കിംഗ് റൈറ്റ് ഹയറിംഗ് ഡിസിഷൻ. റൈറ്റ് ആയിട്ടുള്ള ഹയറിംഗ് ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോളോയിങ് ടിപ്സ് ഫോർ മേക്കിംഗ് ഹയറിംഗ് ഡിസിഷൻ. താഴെ പറയുന്നതാണ് ഹയറിംഗ് ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ടിപ്സ്. എംപ്ലോയർ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നീഡ്സ് ആൻഡ് വാണ്ട്സ്. എംപ്ലോയർക്ക് നീഡ്സും വാണ്ട്സും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവണം. കാരണം it is an important for employer to understand the skills which are necessary to perform the job. ആ ജോബ് ചെയ്യാനായിട്ട് നെസസറി ആയിട്ടുള്ള സ്കിൽസ് ഉണ്ടോ അദ്ദേഹത്തിന് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, 1 മിനിറ്റ് കേട്ടോ, ഞാൻ സ്പീഡ് കൂടുതലാണല്ലേ. ലാസ്റ്റ് പോർഷൻ കൂടെ തീർക്കാന്നുള്ള സ്പീഡിലായിരിക്കും. ഓക്കെ, സെലക്ഷനും ഹയറിംഗ് ഡിസിഷനും മനസ്സിലായിട്ടുണ്ടാവില്ല. ഒന്നുകൂടി പറയാം. നമ്മൾ സെലക്ഷൻ ആൻഡ് ഹയറിംഗ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മളെ ഏറ്റവും ഒരു കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻ ആണ് എന്ത് സെലക്ഷൻ ആൻഡ് ഹയറിംഗ് ഡിസിഷൻ. അപ്പോ നമ്മൾ എംപ്ലോയർ എടുക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻ ആണ് നമ്മുടെ ഓർഗനൈസേഷന്റെ സക്സസിനെയും
പ്രോഫിറ്റബിലിറ്റിനെ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഹയറിംഗ് ഡിസിഷനെ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന ഹയറിംഗ് ഡിസിഷൻ തെറ്റാണ്, നമ്മൾ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ് തെറ്റാണ്, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ അത് നമ്മുടെ കമ്പനിയെ ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യും. നമ്മൾ ഹയറിംഗ് ഡിസിഷൻ എടുക്കുമ്പോൾ ആ ജോബ് ചെയ്യാനായിട്ട് അദ്ദേഹം കേപ്പബിൾ ആണോ, ആ ജോബ് എഫക്റ്റീവ്ലി ചെയ്യോ, അദ്ദേഹത്തിന് ഒരു സ്കിൽ ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വെരിഫൈ ചെയ്യും, ക്രോസ് ചെക്ക് ചെയ്ത് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹയറിംഗ് ഡിസിഷൻ എടുക്കുന്നത്. ഇനി ഹയറിംഗ് ഡിസിഷൻ എടുക്കുക നമ്മുടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് നമ്മുടെ മനസ്സിലുണ്ട്, മേ ബി സെലക്ട് ചെയ്താൽ റോങ് ആയിരിക്കോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ പാടില്ല, എന്നുവെച്ചാൽ റിജക്ട് ചെയ്യേണ്ടി വരും. ഇതാണ് ഹയറിംഗ് ഡിസിഷന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു റൂൾ എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ അവിടെ വെച്ച് നിർത്താൻ കേട്ടോ. ടിപ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഒരു സ്പീഡായി പോയി, പെട്ടെന്ന് ആ ഒരു ടോപ്പിക് കൂടി കവർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. സോറി. അപ്പൊ മോക്ക് ടെസ്റ്റ് ഇട്ടേക്കാം. മറ്റേതെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? പിന്നെടുത്തതില് സെലക്ഷൻ ആൻഡ് ഹയറിംഗ് ഡിസിഷൻ മാത്രല്ലേ? ക്ലിയർ ആയോ ഇപ്പൊ? താങ്ക് യു കേട്ടോ.